ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലുള്ള മൂന്നാറിലേക്കാണ്. അതിനു മുമ്പായിട്ട് തന്നെ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി അമർത്തുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഫാമിലിയൊക്കെ ഒത്ത് ഒരു ചെറിയൊരു ട്രിപ്പാണ് കേട്ടോ, അതും നമ്മുടെ മൂന്നാറിലേക്ക്. എൻ്റെ വീട്ടിൽ നിന്ന് ഏറെക്കുറെ ഒരു 4.5 മണിക്കൂറത്തെ യാത്രയുണ്ട് മൂന്നാറിലേക്ക്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി കേട്ടോ. നമ്മൾ ചായയൊക്കെ കുടിക്കാനായിട്ട് നേര്യമംഗലം ബ്രിഡ്ജിന് മുമ്പായിട്ടുള്ള ഒരു ചായക്കടയിൽ കയറി കേട്ടോ. ഇവിടെ നമ്മുടെ വ്യൂ ഒരു അതിമനോഹരമായിട്ടൊരു വ്യൂ ആണ് കേട്ടോ. ആ ഒരു പാലവും ആ ഒരു KSRTC ഒക്കെ വരുന്നുണ്ടല്ലേ, അതിമനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ഇവിടുന്ന് മൂന്നാർ ഒരു 60 കിലോമീറ്ററിലുണ്ട്. പോകുന്ന വഴി തന്നെയാണ് ചീയപ്പാറ വാട്ടർഫാൾസും എല്ലാം. അങ്ങനെ ഞങ്ങൾ ചീയപ്പാറ വാട്ടർഫാൾസ് എത്തി. അത്യാവശ്യം നല്ല മനോഹരമായൊരു വാട്ടർഫാൾസ് തന്നെയായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ഫാമിലിയൊക്കെ ഒത്ത് അവിടെ നിന്ന് കുറേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് യാത്രയായി. നമ്മുടെ യാത്രയിൽ കൂടുതൽ ഭംഗി തരുന്നത് തന്നെ ഈ സൈഡ് വ്യൂ ആണ് കേട്ടോ. തേയിലത്തോട്ടങ്ങളും കുന്നുകളും മരങ്ങളും ഇതെല്ലാം അത്യാവശ്യം നല്ല ഭംഗിയേറിയ കാഴ്ചകളായിരുന്നു. ഈ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മൾ ആദ്യം പോകുന്നത് നമ്മുടെ ഇരവികുളം നാഷണൽ പാർക്കിലേക്കാണ്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് വലതുവശത്തായിട്ട് കാണാൻ കഴിയും മൂന്നാർ ടൂറിസം പോലീസിൻ്റെയും കൺട്രോൾ റൂമിൻ്റെയും പിങ്ക് പോലീസിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. അതിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് പോകുന്നത്. ഫൈനലി അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഇരവികുളം നാഷണൽ പാർക്കിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്കെന്നാ അങ്ങോട്ട് പോകാം അല്ലേ. അത്യാവശ്യം നല്ല രീതിയിലുള്ള പാർക്കിംഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നല്ല തിരക്കാണ് കേട്ടോ. ഇന്ന് നമ്മൾ നാഷണൽ പാർക്കിനുള്ളിലേക്ക് കയറുകയാണ്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ടിക്കറ്റ് എടുക്കാനും വളരെയധികം ബുദ്ധിമുട്ടി. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. നമ്മൾ അങ്ങനെ ബസ് ബേയിലേക്ക് പോവാണ്. നമുക്ക് അവിടെ നിന്നാണ് ബസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് ഈ ഹില്ലിൻ്റെ ടോപ്പിലേക്ക് നമ്മളെ ഒരു ബസ്സിലാണ് എത്തിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായിട്ട് നമ്മുടെ ബസ് വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിലൊക്കെ കയറി. ഇവിടുന്ന് ഏറെക്കുറെ ഒരു 15 to 20 മിനിറ്റോളം ടൈം എടുക്കും കേട്ടോ ഇവിടുന്ന് മുകളിലെത്താൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ഫാമിലിയൊക്കെ ബസ്സിലേക്ക് കയറി നമ്മൾ അവിടെ നിന്ന് യാത്രയായി. നമുക്ക് 2 സൈഡിലേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. 2 സൈഡിലും നമുക്ക് തേയിലത്തോട്ടങ്ങളായാലും കുന്നുകളായാലും എല്ലാം കൊണ്ടൊരു വിഷ്വൽ ബ്യൂട്ടി തന്നെ പറയാം കേട്ടോ. നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ വളരെ നാരോട്ടുള്ള റോഡാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്നൊരു വണ്ടി വരുവാണെങ്കിൽ വളരെയധികം പാടാണ് കേട്ടോ അതിന് സൈഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ. അങ്ങനെ നമ്മൾ നല്ല ബ്യൂട്ടി ആയിട്ടുള്ള ഈ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ മുകളിലെത്തി. ഇവിടം വരെയുള്ളൂ നമ്മുടെ ബസ് കാര്യങ്ങൾ. ഇവിടുന്ന് മുകളിലോട്ട് ഇനി നമ്മൾ നടന്നാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്ന സ്റ്റോറി ഓഫ് പാർക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിനുള്ളിൽ ഇവിടെയുള്ള മൃഗങ്ങളുടെ ആയാലും പക്ഷികളുടെ ആയാലും എല്ലാത്തിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് അതിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. മുന്നോട്ട് പോകുമ്പോൾ തന്നെയാണ് എൻട്രൻസ് കാര്യങ്ങളുള്ളത്. അങ്ങനെ എൻട്രൻസിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് 4 സൈഡും അത്യാവശ്യം നല്ല വ്യൂ തന്നെ ഉണ്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അമ്മയുടെ കൈയും പിടിച്ച് ആ മല കയറാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കുറേ ആടുകളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ആടുകളെയൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടേക്ക് നടന്ന് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങളുടെ റിസോർട്ടിലേക്കാണ്. റിസോർട്ട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി പ്രീ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ റിസോർട്ട്. ചില്ലിത്തോടാണ് നമ്മുടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല റിസോർട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാ ഫെസിലിറ്റിയും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. ഞാൻ മെയിൻലി പ്രിഫർ ചെയ്യുന്നത് ബാച്ചിലേഴ്സിനോ അല്ലെങ്കിൽ കപ്പിൾസിനായിരിക്കും. കാര്യം ചില ഫാമിലി ആയിട്ടൊക്കെ വരുന്ന ടൈമിൽ മുട്ടിനൊക്കെ പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പും ഈ ഒരു മലയൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കായാലും സ്വിമ്മിംഗ് പൂളായാലും ഗ്ലാസ് ബ്രിഡ്ജ് ആയാലും അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആയാലും അല്ലെങ്കിൽ ടെൻറ്റ് അതുപോലെ തന്നെ നമുക്ക് കോട്ടേഴ്സ് എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലം തന്നെയാണ് കേട്ടോ ഇവിടെ. ഈ കാണുന്നതാണ് നമ്മുടെ റൂം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള ബാൽക്കണി വ്യൂ എന്ന് പറയുമ്പോൾ ഇതാണ്. നൈറ്റ് അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അത്യാവശ്യം നല്ല വ്യൂ ആണ്. അതുപോലെ തന്നെ ഏർലി മോർണിംഗ് നല്ല വ്യൂ തന്നെയാണ് കേട്ടോ. കസിൻസ് ആരും നാട്ടിലില്ലാത്തതുകൊണ്ട് ഈ ഒരു ഫാമിലി ട്രിപ്പിൽ പിള്ളേരായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ബോറടി കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അവിടെ എല്ലാം ചുറ്റി കറങ്ങാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ഇതൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. മുന്നിലേക്ക് നടന്നു വരുമ്പോൾ അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ തന്നെയാണ്. മുന്നിൽ കാണുന്ന മലകളായാലും താഴെ കാണുന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കായാലും എല്ലാം കൊണ്ട് അത്യാവശ്യം ഒരു നല്ലൊരു ബ്യൂട്ടി ആയിട്ടൊരു സ്ഥലം തന്നെയാണ്. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് അന്നത്തെ ദിവസം അവിടെ സ്റ്റേ അടിച്ചതിന് ശേഷം പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കാർമൽഗിരി എലിഫൻറ്റ് പാർക്കിലേക്കാണ്. ഇവിടുത്തെ ഈ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു എലിഫൻറ്റ് സഫാരിയാണ്. അഡൽട്ട്സിന് 400 രൂപയും കുട്ടികൾക്ക് 250 രൂപയാണ് ഇവിടെ വരുന്നത്. കുറേ നമുക്കൊരു 20-25 മിനിറ്റോളം ആനപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആനയ്ക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് എക്സ്ട്രാ ഒരു 200 റുപ്പീസ് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ഫുഡ് കാര്യങ്ങൾ അവർ തന്നെ പ്രൊവൈഡ് ചെയ്യും. ആന സഫാരിക്ക് അത്യാവശ്യം നല്ല ക്യൂ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് കിട്ടിയ ടോക്കൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 135 എങ്ങാണ്ടായിരുന്നു.
അപ്പം ഏറെക്കുറെ ഒരു 2-3 മണിക്കൂറിന് മുകളിലെങ്കിലും എടുത്തെങ്കിൽ മാത്രമേ നമുക്കത് ഒരു ആന സഫാരി ചെയ്യാൻ കഴിയൂ. ഞങ്ങളങ്ങനെ അവിടുന്ന് മടങ്ങി. അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴി തന്നെ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ കണ്ടു. അവിടെ കയറി അത്യാവശ്യം കുറേ നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ അവിടെ ഒരു സിപ്പ് ലൈനിലൊക്കെ ഞാൻ കയറി കേട്ടോ. സിപ്പ് ലൈനിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട് തന്നെ ആദ്യം കയറിയപ്പോൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും പിന്നെ അങ്ങോട്ട് നല്ല ഫണ്ണായിരുന്നു കേട്ടോ. അവിടെയുള്ള ആൾക്കാരെയും 4 സൈഡിലുള്ള കാഴ്ചകളും എല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. അത് എല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ യാത്രാ കാര്യങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള യാത്രയുമായി നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.